കാളകയർ കയറിയ നാടും കൊമോഡോ ഡ്രാഗൺസിന്റെ മുമ്പിൽപ്പെട്ട ഇരയും രക്ഷപ്പെട്ട ചരിത്രമേ ഇല്ല. അതുപോലെ തന്നെ ഈ ജീവി ഒന്ന് വംശനാശം സംഭവിച്ച് പോയിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട് ചില ആളുകൾ. കാരണം മുന്നിൽ കാണുന്ന എന്തിനേയും റൂത്ത്ലെസ് ആയിട്ട് കടിച്ച് പിടിച്ച് വിഴുങ്ങുന്ന ഇതിന്റെ വിഷ്വൽസ് കണ്ടിട്ടായിരിക്കാം. പക്ഷെ ആരും അറിയാതെ പോയ ഒരു ബാല്യകാലമുണ്ട് അവയ്ക്ക്. ഇവയുടെ വായിൽ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്, വിഷമുണ്ട്, ചെറിയ എല്ലുകൾ കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ള കട്ടിയുള്ള പുറന്തൊലിയുണ്ട്. അതുപോലെ തന്നെ നല്ല നീന്തൽക്കാരാണ്. കൊമോഡോ ഡ്രാഗൺസിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നാക്ക് പുറത്തേക്ക് ഉള്ളിലേക്ക് എടുത്ത് ഇവയുടെ ഇരയുടെ സ്മെല്ല് അല്ലെങ്കിൽ ഇവ മുന്നേ കടിച്ച് വിഷം കാരണം ദൂരെ ചത്ത് കിടക്കുന്ന ഇരയുടെ സ്മെല്ലെല്ലാം മനസ്സിലാക്കി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത്രയധികം പ്രോ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഇവയുടെ ഹണ്ടിങ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 10 മുതൽ 20% വരെ മാത്രമാണ്. വലിയ മാനുകളെയും കാളകളെയും ഒക്കെ ഒറ്റയടിക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും ഇവ കടിക്കുമ്പോൾ കൊടുക്കുന്ന വിഷം കാരണം പിന്നീട് ഇവ എവിടെയെങ്കിലും ചത്തു വീഴുകയും കൊമോഡോ ഡ്രാഗൺസിന് ഇവയെ തിന്നാനും പറ്റുന്നു. പക്ഷേ അധികം കൊമോഡോ ഡ്രാഗൺസ് ഉള്ള ഏരിയയിൽ മറ്റു ജീവികൾ വളരെ അലേർട്ടായിരിക്കും, വരവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവയുടെ ശരീരത്തിന്റെ 80% ഭാരത്തിലുള്ള ഫുഡ് ഇവ കഴിച്ചിരിക്കും. അധികം ആരും അറിയാത്ത ഒരു ട്രാജഡി നിറഞ്ഞ ബാല്യകാലവും ഉണ്ട് ഇവർക്ക്. കാനിബലിസം കൂടുതലുള്ള ജീവിവർഗമാണ്. അതായത് വലിയ കൊമോഡോ ഡ്രാഗൺസ് ജുവനൈൽ ഫോമിനെ, അതായത് ചെറിയ കൊമോഡോ ഡ്രാഗൺസിനെ വിശന്നാൽ പിടിച്ച് തിന്നുകളയും. അതുകൊണ്ട് തന്നെ ചെറുതായിരിക്കുമ്പോൾ സ്വന്തം വർഗത്തിന് ഒരു സ്നാക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മരങ്ങളിലും കാടുകളിലും ഒളിച്ചു കഴിയേണ്ടി വരുന്ന ഹതഭാഗ്യരാണ് ഇവർ. എങ്ങനെയാണ് നിങ്ങൾക്ക് വംശനാശം സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ തന്നെ പിടിച്ച് തിന്നു ബ്രോ എന്ന് പറയേണ്ടി വരും.